പുരാവസ്തു ഗവേഷണത്തിൻ്റെ ശ്രദ്ധേയമായ ഒരു കണ്ടുപിടുത്തമാണ് 1799 ഫ്രഞ്ച് ആർമി ക്യാപ്റ്റൻ ബൗസാർഡ് റോസെറ്റ ഗ്രാമത്തിനടുത്തായി കണ്ടെത്തിയ റോസെറ്റ സ്റ്റോൺ എന്നറിയപ്പെടുന്ന കറുത്ത ബസാൾട്ട് സ്ലാബ്. ഇത് 3 വ്യത്യസ്ത ഭാഷകളിലായിട്ടാണ് എഴുതപ്പെട്ടത്: ഗ്രീക്ക്, ഡെമോട്ടിക്, ഈജിപ്ഷ്യൻ ഹൈറോഗ്ലിഫിക്സ്. ഇതിലെ ഗ്രീക്ക് എഴുത്ത് പണ്ഡിതർ വായിച്ചെടുത്തു. ഈജിപ്ഷ്യൻ രാജാവായ ടോളമി അഞ്ചാമനെ ആദരിച്ചുകൊണ്ട് BC 196 മെമ്പിസ് പുരോഹിതന്മാർ പുറപ്പെടുവിച്ച ഉത്തരവാണിത്. മറ്റു 2 ഭാഷകൾ വായിക്കുവാൻ സാധിച്ചില്ല. 1822 ഫ്രഞ്ചുകാരനായ ജീൻ ഫ്രാങ്കോയിസ് ചാംപോളിയൻ സ്മാരകത്തിൻ്റെ 3 ഭാഷകളിൽ ഒരേ ഉത്തരവാണെന്ന് തിരിച്ചറിഞ്ഞു. ഗ്രീക്കിൽ നിന്ന് ഡെമോട്ടിക്കിലേക്കും ഡെമോട്ടിക്കിൽ നിന്ന് ഹീറോഗ്ലിഫിക്സിലേക്കും പോയി ചാംപോളിൻ മുഴുവൻ സ്മാരകവും വായിച്ചെടുത്തു. പുരാതന ഈജിപ്തിലെ ആദ്യത്തെ ലിഖിത ഭാഷയായ ഹൈറോഗ്ലിഫിക്സിനെ തുറക്കുവാനുള്ള താക്കോലായി ഇത് മാറി. തുടർന്ന് ബൈബിൾ ചരിത്രത്തെ സ്ഥിരീകരിക്കുകയും പ്രകാശിപ്പിക്കുകയും ചെയ്യുന്ന നിരവധി ഈജിപ്ഷ്യൻ ഗ്രന്ഥങ്ങളുടെ വിവർത്തനത്തിലേക്ക് ഈ കണ്ടെത്തൽ നയിച്ചു. ഇപ്പോൾ റോസെറ്റ സ്റ്റോൺ എന്നറിയപ്പെടുന്ന ഈ സ്മാരകം ലണ്ടനിലെ ബ്രിട്ടീഷ് മ്യൂസിയത്തിൽ സ്ഥിതി ചെയ്യുന്നു.